ഡീപ് ലേണിംഗിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തലച്ചോറിനെ ഡിജിറ്റലി റീകൺസ്ട്രക്ട് ചെയ്യുക എന്നതാണ്. അതിനായി തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് ന്യൂറോൺസിന്റെ ആർട്ടിസ്റ്റിക് റിപ്രസെന്റേഷൻ ആണ്. കൃത്യമായി പറഞ്ഞാൽ മൾട്ടിപോളർ ന്യൂറോൺ. ന്യൂറോണ് പ്രധാനമായും 3 ഭാഗങ്ങൾ ആണ് ഉള്ളത്. ഇതിൽ ന്യൂക്ലിയസും സെൽ ബോഡിയും ഉണ്ട്. ഇവിടെയാണ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യപ്പെടുന്നത്. എക്സോൺ സെൽ ബോഡിയിൽ നിന്നും ടു ആൻഡ് ഫ്രോ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഡെൻഡ്രൈറ്റ്സ് മറ്റു ന്യൂറോൺസുമായി കണക്ട് ചെയ്യാനുള്ള ബ്രാഞ്ചിങ് ആം ആണ്. തലച്ചോറിൽ ഏതാണ്ട് 10 ബില്യൺ ന്യൂറോൺസും 100 ട്രില്യൺ സിനാപ്സിസും ഉണ്ട്. 2 ന്യൂറോൺസ് കണക്ട് ചെയ്യുന്ന ജംഗ്ഷനെ സിനാപ്സിസ് എന്ന് പറയുന്നു. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗൈഗാന്റിക് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇനിയും പഠിക്കാൻ ഏറെയുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക്. ബാഹ്യമോ ആന്തരികമോ ആയ വിവിധതരം ചോദനകൾക്കനുസൃതമായി ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇനി ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. സോമയെ ഇതുപോലെ വട്ടമിട്ട് കാണിക്കാം. സോമയിൽ നിന്നും നീളത്തിൽ പോകുന്ന ഈ ലൈൻ എക്സൺ ആയും അതിലേക്ക് വരുന്ന മൾട്ടിപ്പിൾ ലൈൻസ് ഡെൻഡ്രൈറ്റ്സ് ആണെന്നും സങ്കല്പിക്കുക. നേരത്തെ പറഞ്ഞ ന്യൂറോൺസിന്റെ വിവിധ ഭാഗങ്ങളെ ഏറ്റവും ലളിതമായി റിപ്രസെന്റ് ചെയ്താണിത്. ഡെൻഡ്രൈറ്റ്സ് ന്യൂറോൺസിന് ഇൻപുട്ട് ആയി കണക്കാകാം. പല ന്യൂറോൺസ് കണക്ട് ചെയ്തു ഒരു സർക്യൂട്ട് സിസ്റ്റം ഉണ്ടാകുകയും തലച്ചോറിൽ ഇലക്ട്രിക് സിഗ്നൽസിന് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കുകയും ചെയ്യുന്നു. മറ്റു ന്യൂറോൺസിൽ നിന്നോ അല്ലെങ്കിൽ സെൻസറി സിസ്റ്റം പോലുള്ള മറ്റു സ്രോതസ്സിൽ നിന്നോ ഉള്ള ഇലക്ട്രിക് സിഗ്നൽസ് ഡെൻഡ്രൈറ്റ്സ് വഴി സോമയിൽ എത്തുന്നു. സിഗ്നൽസിന്റെ ത്രെഷോൾഡ് അനുസരിച്ചു എക്സൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ന്യൂറോൺസിന്റെ എക്സാൻ മറ്റു ന്യൂറോൺസുമായി ബന്ധമുള്ളതിനാൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് ന്യൂറോൺസിലൂടെ കടന്നു പോകുന്നു. കൃത്യമായി വിവരങ്ങളുടെ കൂട്ടിച്ചേർക്കൽ ന്യൂറോൺസിൽ നടക്കുന്നു. ഡെൻഡ്രൈറ്റ് ആക്ടിവിറ്റി കുറവാണെങ്കിൽ എക്സൺ ആക്ടിവേഷനും കുറവായിരിക്കും. മറിച്ച് ഡെൻഡ്രൈറ്റ് ആക്ടിവിറ്റി കൂടുമ്പോൾ ഫ്രീക്വൻസി ഓഫ് അസോൺ ആക്ടിവേഷനും കൂടും. ന്യൂറോൺസിനെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ ഡെൻഡ്രൈറ്റിൽ അഡീഷണൽ സർഫേസ് ഏരിയ ഉള്ളതായി കാണാം. ഇത് സിനാപ്സിസ് വഴി മറ്റു ന്യൂറോൺസിൽ നിന്നും വരുന്ന ആക്ഷൻസ് കണക്ട് ചെയ്യാനാണ്. ഇതേ കാര്യം നമുക്ക് മനസ്സിലാക്കാനായി ഈ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. ഈ കണക്ഷൻസ് ഒന്നെങ്കിൽ വീക്ക് ആകാം അല്ലെങ്കിൽ സ്ട്രോങ് ആകാം. ഇനി ഇതിനിടയിലും വരാം. 2 ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധം കണക്ഷൻ സ്ട്രെങ്ത് വച്ചു അളക്കാം. ഇതിന്റെ വില 0 തൊട്ട് 1 വരെയാണ്. സ്ട്രോങ് കണക്ഷൻ ആണെങ്കിൽ വില 1ഉം ഇല്ലെങ്കിൽ വില 0ഉമാണ്. ഈ വിലകളെയാണ് നമ്മൾ ഇനി കണക്ഷൻ വേഡ് എന്ന് വിളിക്കാൻ പോകുന്നത്. ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ച് ഈ കണക്ഷൻസിനെ മാറ്റിയാൽ ഈ രീതിയിൽ ഉള്ള ഒരു നെറ്റ്വർക്ക് ലഭിക്കും. ഇവിടെ ലൈൻ തിക്നെസ് കണക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. ഈ 90 ഡിഗ്രി തിരിച്ചാൽ മോഡേൺ ഡീപ് ലേണിംഗ് നെറ്റ്വർക്കിന്റെ പതിപ്പായി. നമ്മുടെ തലച്ചോറിൽ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ ആണ് നടക്കുന്നത്. അതിനെ 1% പോലും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ കാണാൻ കഴിയില്ല. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നത് ഒരു അബ്സ്ട്രാക്ട് മോഡൽ മാത്രമാണ്. എന്നാൽ ചില ഇടങ്ങളിൽ മനുഷ്യനേക്കാൾ പ്രയോഗക്ഷമമാണ്. ഒന്ന് സംഗ്രഹിച്ചാൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് മോസ്റ്റ്ലി തലച്ചോറിന്റെ മെറ്റഫോറുകൾ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചു എന്ന് കരുതുന്നു. തൽക്കാലത്തേക്ക് വിടാം.